പോലീസ് പിടിയിലായ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ വകുപ്പ് ചുമത്തുന്നത് പരിഗണനയില്ലെന്ന് പോലീസ് തീരുമാനം. നിലവിലെ കേസ് നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും. കണ്ണൂരിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കി അല്പസമയത്തിനകം കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കും. പുലർച്ചെ അഭിഭാഷകയുടെ വീട്ടിൽ നിന്നാണ് അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയത്. വി എസ് അനുവും നിഖിൽ അളവൂരും ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം വി എസ് അനുവിലേക്ക്. വി എസ് അനു, എന്തായാലും കാപ്പ ചുമത്തി നാട് കടത്താനുള്ള അത്തരം നടപടികൾ കൂടി പോലീസ് കൈക്കൊള്ളും. രുചീഷ്, അത്തരം നടപടികളിലേക്ക് ചാടിക്കയറി പോലീസ് നീങ്ങില്ല. ഇപ്പോൾ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്, ഇപ്പോൾ നിലവിൽ അർജുൻ ആയങ്കിക്കെതിരെ 20ഓളം കേസുകളുണ്ട്. അപ്പോൾ ഈ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക, അതിനുശേഷം റിമാൻഡ് ചെയ്യുക എന്ന നടപടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം പോലീസ് നൽകുന്നത്. അതിനുശേഷം ഇതിൽ കാപ്പ ചുമത്താനുള്ള വകുപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് സാധിക്കുമെങ്കിൽ തീർച്ചയായും കാപ്പ ചുമത്തും സജീവ പരിഗണനയിലാണ്. നിലവിലെ കേസ് നടപടികൾ പൂർത്തിയായ, അല്ലെങ്കിൽ അതിൻ്റെ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായ ശേഷമാകും ഈ കാപ്പ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് അത് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നിലവിൽ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നിലവിലെ കേസുകളിൽ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക, അതിന് പരമാവധി ശിക്ഷ, അല്ലെങ്കിൽ റിമാൻഡ് ശിക്ഷയല്ല, ഈ റിമാൻഡ് ചെയ്യിക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന കാപ്പ ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി അർജുൻ ആയങ്കി പൂട്ടാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുക.